ഓരോ അമ്മേൻ്റെയും ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ, മക്കൾക്ക് എന്നാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന്. മക്കളാണെങ്കിൽ അമ്മയെ വിശക്കുന്ന നിന്നിട്ട് ബാക്കിൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടുകയും ചെയ്യും, എന്തെങ്കിലും ഉണ്ടാക്കിത്താ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുഴക്കട്ടയാണ്. അപ്പോൾ അതിന് അരിപ്പൊടി നല്ലോണം ചൂടുവെള്ളത്തിൽ ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല തിളക്കുന്ന ചൂടുവെള്ളത്തിൽ ഒഴിച്ചതാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടിയായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ട് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാരയും തേങ്ങയും ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ ഇത് വൈകുന്നേരം മുതലേ എൻ്റെ കൂടെ തന്നെ കൂടിയാണ് എനിക്കത് ഉണ്ടാക്കി തന്നിട്ട്. അപ്പം ഞാനത് ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്ത്. അപ്പം അതല്ലേ ഒരു സന്തോഷമല്ലേ, മക്കൾക്ക് എന്നാണോ ഇഷ്ടമുള്ളത് അത് കൊടുക്കുമ്പോഴാണ് ഒരു അമ്മയ്ക്ക് മനസ്സ് നിറയുക. അപ്പം ഞാൻ ഏതായാലും ഇന്നത് ചെയ്ത് കൊടുത്ത്. പിന്നെ തേങ്ങ ചിരവിയിട്ട് അതിലിട്ട് കൊടുക്കണം. നിറയെ തേങ്ങ ചോദിക്കും, കുറേ തേങ്ങ വേണമെന്ന്. പക്ഷെ നമ്മൾക്ക് ഇവിടെ തേങ്ങയിലും കഷ്ടമല്ലേ കിട്ടാൻ, കുറച്ച് തേങ്ങയല്ലേ കിട്ടൂ. അപ്പോൾ കുറച്ച് തേങ്ങയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടാവും. അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് കൊടുക്കേണ്ടിയിട്ട് വെക്കുന്നതാണ്. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി കുടിച്ചാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. വൈകുന്നേരത്തെ വിശപ്പെല്ലാം എവിടെയാണ് പോയതെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ വന്നിട്ട് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് താളിച്ചും ചെയ്യാം. കറിവേപ്പിലയും ഉഴുന്ന് പരിപ്പും മുളകും എല്ലാം ഇട്ടിട്ട് താളിച്ചിട്ടും എടുക്കുക, സൂപ്പറായിട്ടുണ്ടാവും അതും. അപ്പോൾ ഒരു കട്ടൻ ചായയും കുഴക്കട്ടയും കൂടിയിട്ട് ഇന്നത്തെ വൈകുന്നേരം നമ്മളെ വിശപ്പടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.